Hi friends, T-Square പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് JBLന്റെ CSLM 20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈക്രോഫോൺ വിത്ത് ഇയർഫോൺ കോംബോയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മൈക്രോഫോൺ വിത്ത് ഇയർഫോണുള്ള ഒരു കോംബോ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഈ സാധനം യൂസ് ചെയ്യാം, അങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ JBL CSLM 20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈക്രോഫോൺ വിത്ത് ഇയർഫോണിലുള്ള ഈ ഒരു സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഒരു മൈക്ക് വിത്ത് ഇയർഫോണിലെ ഈ ഒരു കോംബോ കിറ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൈക്രോഫോൺ വിത്ത് വിൻഷീൽഡോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ വീഡിയോ കോൾസിനും കോൺഫറൻസ് കോൾസ് നമ്മളിതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരും. നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഇതിൻ്റെ യൂസസ് എങ്ങനെയാണ്, ഇതിൻ്റെ പർപ്പസുകൾ എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അത്രയൊക്കെ തന്നെ ബാക്ക് സൈഡിലുള്ളൂ. പിന്നെ അതിൻ്റെ വിലയെക്കുറിച്ചൊക്കെയാണ് MRP 2000 രൂപയ്ക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വാങ്ങിയത് 949 രൂപയ്ക്കാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത്. പിന്നെ വേറെ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോഡലിൻ്റെ പേരാണ് ഈ സൈഡിലൊക്കെ വന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ബോക്സ് മൊത്തത്തിൽ കണ്ടാൽ ഞാൻ കുറച്ചൊരു സാധനം ഒരു സെക്കൻഡ് ഹാൻഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. മീൻസ് കുറച്ചൊരു പഴക്കമുള്ള പോലെ തോന്നുന്നുണ്ട്. അതവർ പാക്കിങ്ങിൽ പറ്റിയൊരു പിഴവാണ്. ആമസോൺ വീണ്ടും നമ്മളെ പറ്റിച്ചതല്ല, സാധനം തുറന്നു നോക്കിയിട്ടില്ല. വർക്കിംഗ് ആണെങ്കിൽ പ്രശ്നമല്ല. അവർ ഒട്ടും കെയറിംഗ് ഇല്ലാത്ത രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ കവറിൻ്റെ അകത്ത് ഇട്ട് അയച്ചിരിക്കുകയാണ്. ഇത്രയും ദൂരെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ഡാമേജ് വന്നതാണ്. ഈ ചുളിവ് മടവൊക്കെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ല, ആകെ ഞെണുങ്ങിയിട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ബോക്സ് തുറന്നു നോക്കി നോക്കാം. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു തുറന്നു നോക്കി നോക്കാം. മൊത്തത്തിൽ ബോക്സ് ആകെ ഒരു വൃത്തികേടായിട്ടുണ്ട്. കുറച്ച് പേപ്പർ വർക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും CSLM 20 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൈക്രോഫോണിൻ്റെ യൂസർ ഗൈഡാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പോലെയൊക്കെയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൗച്ചിൻ്റെ അകത്താണ് ഈ മൈക്ക് വരുന്നത്. വേറെ ഇപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല, കണ്ടില്ലേ? ബോക്സ് പിന്നെ കാര്യമാണ്, ബോക്സിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ മൈക്കിലേക്ക് കിടക്കാം നമ്മുടെ സംഭവം. അപ്പോൾ തുറന്നു നോക്കി നോക്കും. ഒരു നല്ല വൃത്തിയുള്ളൊരു പൗച്ചിലാണ്, നല്ല രസമുള്ളൊരു പൗച്ചിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മൈക്ക് വിത്ത് ഇയർഫോണുള്ള സാധനമാണ്. നമ്മുടെ പ്രൊഡക്റ്റാണ് ആക്ച്വലി ഈ കാണുന്നത്. മൈക്ക് വിത്ത് നമ്മുടെ ഇയർഫോണുള്ള പ്രൊഡക്റ്റ് പിന്നെ ഉള്ളത് 3.5 mm ജാക്കുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. ജാക്ക് നോക്കുകയാണെങ്കിൽ 3.5 mm ജാക്കാണ്. 3.5 അല്ലേ? അതെ, 3.5 mm ജാക്കാണ് വന്നിട്ടുള്ളത്. വേറെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സിലിക്ക ജെല്ലാണ്. നമുക്കറിയാം, മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിലിക്ക ജെല്ലാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. അത് യൂഷ്വലി മൈക്കുകളിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോയ BYM1 എന്നുള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇത് സംഭവമുണ്ട്. നമുക്ക് വെള്ള നനവ് കാരണമുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാനൊക്കെ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഇത് വന്നിട്ടുള്ളത് നമ്മുടെ അതിൻ്റെ ക്ലിപ്പ്. നമുക്ക് കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോളർ ക്ലിപ്പ് പോലത്തെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ യൂഷ്വൽ മൈക്കുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ക്ലിപ്പാണ് പിന്നെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഒരു ക്ലിപ്പ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ബോയൊക്കെ നമ്മുടെ മൈക്കിലൊക്കെ ഉണ്ട് ഈ സംഭവം, നമുക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വിൻഷീൽഡ് വന്നിട്ടുണ്ട്. ഒരു എക്സ്ട്രാ വിൻഷീൽഡാണ് പിന്നെ വന്നിട്ടുള്ളത്. വിൻഷീൽഡ് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു വിൻഷീൽഡ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൈക്കിൽ നമുക്ക് വിൻഷീൽഡ് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടൊരു എക്സ്ട്രാ വിൻഷീൽഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. വേറെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ 3.5 mm ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. 3.5 mm ആണ്. ഈ 3.5 mm-നെ 2.5 mm-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. 3.5-നെ 2.5-ലേക്ക് കൺവേർട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടിൻ്റെ ഡയമീറ്റർ വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് 3.5-ൽ നിന്ന് 2.5-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത്രയാണ് ഇതിൻ്റെ ബോക്സ് കണ്ടന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് മൈക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൈക്കാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി, മൊത്തത്തിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു മൈക്കാണ്. JBLൻ്റെ ആണ് പ്രൊഡക്റ്റ്. നമുക്കറിയാം JBLൻ്റെ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. അത്യാവശ്യം നല്ല രസമുള്ള, അല്ലെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ഇയർഫോണാണ്. നമ്മുടെ ബൈക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്. കേബിളിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിൽ മോശമല്ല എന്നുള്ള രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു കേബിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുള്ള നമുക്ക് ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തത് നമ്മുടെ JBLൻ്റെ CSLM 20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംബോ, നമ്മുടെ മൈക്രോഫോണും നമ്മുടെ ഇയർഫോൺ കൊണ്ട് വരുന്നൊരു കോംബോ ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തത്. നമ്മളിതിൻ്റെ എക്സ്റ്റേണൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ കേബിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മികച്ച ഒരു ക്വാളിറ്റിയാണെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും മോശമല്ലാത്ത രീതിയിലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു കേബിളിൽ വന്നിട്ടുള്ളത്. ഓക്കെ,
പിന്നെ അതിൻ്റെ നീളത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 മീറ്റർ നീളമാണ് നമുക്ക് ഈ ഒരു കേബിളിൽ കിട്ടുക. 2 മീറ്റേഴ്സ് നീളമാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ളൊരു അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ളൊരു നീളം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മുടെ ബോക്സിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സംഭവം വിൻഷീൽഡ് ഇതിൽ വരുന്നുണ്ട്. വിൻഷീൽഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് വിൻഡ് കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിൻഡ് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കാറ്റടിച്ച മാതിരി ഉണ്ടാവും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൻഡ് ഷീൽഡ് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. വിൻഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു വിൻഷീൽഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ട് അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. കൂടാതെ അതിൻ്റെ ഒപ്പം നമുക്ക് വെക്കുന്ന കോളറിൽ ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പും എക്സ്ട്രാ ഒന്ന് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ഒപ്പം ലഭിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് വീഡിയോ കോൾസിനും കോൺഫറൻസ് കോൾസിനും ബെറ്റർ ആണ്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വീഡിയോ കോളിൻ്റെ കൈക്ക് നമ്മൾ വരും. ഓക്കെ, ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമുക്ക് അതിൽ പറയാം. വീഡിയോ കോൾസിനും കോൺഫറൻസ് കോളിലൊക്കെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇതാണ്. പിന്നെ സ്മാർട്ട് ഫോൺസിലും ലാപ്ടോപ്സിലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമുക്കതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കംഫർട്ടബിൾ ഫോർ റിയൽ ടൈം മോണിറ്ററിങ് ആൻഡ് വീഡിയോ കോൾസ്. റിയൽ ടൈം മോണിറ്ററിങ് നമുക്ക് റിയൽ ടൈം ആയിട്ട് നമുക്ക് അപ്പോൾ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇയർഫോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് ബോയുടെ BY-M1 എന്നുള്ളൊരു മൈക്കാണ്. ഈ ഒരു മൈക്ക് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ 3.5mm ജാക്ക് കണക്ട് ചെയ്തിട്ട് പാട്ട് പാടി നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇതിൽ സ്മാർട്ട് ഫോൺ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹെഡ്സെറ്റിലെ ഈ മൈക്ക് ഊരിയതിന് ശേഷം മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ. കാരണം അതിലൊരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു മൈക്കിൽ കിട്ടില്ല. അതാണ് ഈ ഒരു മൈക്ക് മാത്രമാകുമ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഊരിയിട്ട് പിന്നെ നമ്മളതിൻ്റെ സ്പീക്കർ വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡിഫോൾട്ട് സ്പീക്കർ വെച്ചിട്ട് തന്നെ ആ പാട്ട് മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്നാൽ നമ്മൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ മ്യൂസിക് റെക്കോർഡിംഗ് പോലുള്ള പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾക്ക് നമ്മൾ ഈ ഒരു സംഭവമാണെങ്കിൽ ഈ ഒരു JBL CSLM 20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംബോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്കിപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് പാടുകയും ചെയ്യാം, ഹൈ ക്വാളിറ്റി ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. അത് അപ്പോൾ തന്നെ നമുക്ക് ഈ ഇയർഫോണിൻ്റെ സഹായത്തോടു കൂടി മോണിറ്റർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനാണ് പറഞ്ഞത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ മീറ്റിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിനെ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടീച്ചേഴ്സൊക്കെ തന്നെ അല്ലെങ്കിൽ അവർ നമ്മുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബെറ്റർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു JBLൻ്റെ CSLM 20 എന്ന് പറയുന്ന ഈ ഒരു കോംബോ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഇയർഫോൺ വഴി അവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാനും സാധിക്കും, ആ സൗണ്ട് മോണിറ്റർ ചെയ്യാനും സാധിക്കും, ഹൈ ക്വാളിറ്റി സൗണ്ട് ഈ മൈക്രോഫോണിലൂടെ കൊടുക്കാനും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്. അതാണ് മറ്റ് മൈക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്നുള്ള നിലയ്ക്ക് പറയാവുന്നത്. ഒരു ഓഡിയോ ഔട്ട്പുട്ടും ഒരു മൈക്രോഫോൺ ഇൻപുട്ടും രണ്ടും ഇതിൽ വരുന്നുണ്ട്. യൂഷ്വലി നമ്മുടെ ഹെഡ്സെറ്റിലൊക്കെ വരുന്നതാണെങ്കിൽ കൂടി മികച്ച ഓഡിയോ ഇൻപുട്ടാണ് നമുക്ക് ഈ ഒരു മൈക്ക് വഴി കൊടുക്കാനായിട്ട് സാധിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ഡിഗ്രിയിലുള്ള ഒരു വോയിസ് 360 ഡിഗ്രിയിലും അഥവാ ചുറ്റുമുള്ള വോയിസ് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷനുകളിലേക്ക് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പർപ്പസുകൾക്ക് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വർക്ക് ഫ്രം ഹോമിൽ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല മികച്ച രീതിയിലുള്ള വോയിസ് നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ ലൈവായിട്ട് മീൻസ് നമുക്ക് വരുന്ന കോളുകൾ സ്വീകരിക്കുമ്പോൾ നമുക്കത് കേൾക്കാനും അങ്ങനെ ലൈവ് മോണിറ്ററിങ് അടക്കം നമുക്ക് ഈ ഒരു കോംബോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കണ്ടൻറ്റ് ക്രിയേഷൻ ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയാൻ പറ്റും. നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഫോണിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നല്ല മികച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മൈക്കാണ് ആക്ച്വലി. പിന്നെ JBL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ബ്രാൻഡാണ് JBL. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകതയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂസിക് റെക്കോർഡിങ് നമുക്ക് പാട്ട് പാടുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് JBL CSLM 20 എന്നുമായിട്ടുള്ള ഈ ഒരു മൈക്രോഫോൺ ഇയർഫോൺ കോംബോയെ കുറിച്ചിട്ടാണ്. നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ എനിക്ക് പറയാവുന്നത് ഇതിൻ്റെ യൂസുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനിൽ തോന്നിയൊരു മെയിൻ യൂസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള 2 യൂസ് ഉണ്ട്. ഒന്ന് ഓൺലൈൻ ക്ലാസ്സിനും പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോണിൽ മ്യൂസിക് സ്ഥിരം പാടുന്ന മൈക്ക് ഒരു എക്സ്ട്രാ സാധാ മൈക്കൊക്കെ വെച്ച് പാടുന്നതിനൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കും. അവർ കണക്ട് ചെയ്തതിന് ശേഷം പാട്ട് പാടി പിന്നെ അത് റിമൂവ് ചെയ്യാം അത് കേൾക്കണമെങ്കിലൊക്കെ.
അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അറിയാം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിമിതികളൊക്കെ തന്നെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ JBLൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 949 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ആ ഒരു പ്രൈസിനുള്ളതുണ്ട് ആക്ച്വലി. അതിനുള്ള ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അറിയുന്ന പോലെയൊക്കെ തീർത്തരും. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.